ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. മാമ്പഴ സീസണിൽ ഉണ്ടാക്കാവുന്ന ഒരു ട്രഡീഷണൽ ഡിഷാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്, മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ നാടൻ മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളിശ്ശേരി മാങ്ങ, നാട്ടുമാങ്ങ എന്നൊക്കെ ഞങ്ങൾ ഇതിനെ പറയാറുണ്ട്. നിങ്ങളുടെ അവിടെ ഈ മാമ്പഴത്തെ എന്താ പറയാറുള്ളത്? അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി ഇതുപോലത്തെ മാങ്ങ കിട്ടാനില്ലെങ്കിൽ വലിയ മാമ്പഴം ഉപയോഗിച്ചും പുളിശ്ശേരി ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇന്ന് 7 മാമ്പഴമാണ് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇതുപോലെ തൊലി കളഞ്ഞെടുത്ത മാമ്പഴത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത ശേഷം മാമ്പഴം വേവിക്കാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് വേവിക്കാൻ വയ്ക്കാം. ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും മാങ്ങ നല്ല വേവായിട്ട് വരും. മാങ്ങ വേവായി വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അരമുറി നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം വരും. ഇതിലേക്ക് 5 ചെറുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ അളവിൽ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മുടെ മാമ്പഴം നല്ലപോലെ വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇതിപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി അരപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മാമ്പഴം വേവിച്ച വെള്ളത്തെപ്പാട് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ലപോലെ അടിച്ചെടുത്ത് വെച്ച 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കി പോരായ്ക ഉണ്ടെങ്കിൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില മാമ്പഴത്തിന് മധുരം കുറവായിരിക്കും. അപ്പോൾ പുളിശ്ശേരിക്ക് മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പുളിശ്ശേരി നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴമയുടെ രുചികളിലൊന്നായിട്ടുള്ള ഈ മാമ്പഴ പുളിശ്ശേരി ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണെന്നറിയാം. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.